എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലെ ടെറസിലുണ്ടായ തക്കാളി നോക്കിയേ, സൂപ്പർ അല്ലേ? ഇന്ന് നമുക്ക് അങ്കമാലി സ്റ്റൈല് മാങ്ങാക്കറി വെക്കണം എങ്ങനെയാണെന്ന് നോക്കാം. മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ പറിക്കാൻ തോട്ടി റെഡിയാക്കുവാണ് അമ്മ. ഇന്നത്തെ കറിക്ക് ഇത്രയും മാങ്ങ മതി. ഇനി അടുക്കളയിലേക്ക് പോകാം. ഇന്ന് സ്പെഷ്യൽ ഈ മാങ്ങാക്കറി വെക്കാൻ പോകുന്നത് അമ്മിച്ചിയാണേ. അങ്കമാലി മാങ്ങാക്കറി ഫേമസ് ആവണേന് മുമ്പ് എൻ്റെ വീട്ടിൽ സ്ഥിരം മാങ്ങാക്കറി ഈ രീതിയിലാണ് വയ്ക്കുക. അമ്മി അങ്കമാലി മാങ്ങാക്കറിയാണോ വയ്ക്കാൻ പോണേ, കൊച്ചി മാങ്ങാക്കറിയാണോ? അങ്കമാലി മാങ്ങാക്കറി. കൊച്ചിയിലെ ഈ മാങ്ങാക്കറി ആർക്കും ഇഷ്ടമല്ല. ഇപ്പം അങ്കമാലി മാങ്ങാക്കറി ഭയങ്കര ഹിറ്റാണ്. അങ്കമാലി മാങ്ങാക്കറി ഭയങ്കര ഉപയോഗിച്ചിട്ട് എപ്പോഴും പറയാം. പിന്നെ ആ മാങ്ങാക്കറി എന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ്. ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം. പുളി ഉണ്ടെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഇട്ട് കഴുകി റെഡിയാക്കി വെക്കാം. ഇപ്പോൾ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാലേ തേങ്ങയൊക്കെ ചിരണ്ടി പാൽ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പുളി ഇറങ്ങും. അപ്പോൾ അധികം പുളി നമുക്ക് വേണ്ടല്ല. മാങ്ങ അവിടെ ചൂടുവെള്ളത്തിലിരുന്ന് പുളിയൊക്കെ ഒന്ന് പോട്ടെ. ആ സമയത്തേക്ക് തേങ്ങാപ്പാലാക്കി എടുക്കുവാണ് ഇവിടെ അമ്മിച്ചി. പച്ചമുളക്, ചെറിയുള്ളി, സവാള, വേപ്പില, ആവശ്യമായ പൊടികൾ ഇത്രയും നമുക്ക് ഒതുക്കി വെക്കാം. ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വേപ്പിലയിട്ടു, പച്ചമുളക് ഇട്ടു. അതിൻ്റെ ഒരു കുത്തൽ മറിഞ്ഞ് വരുന്ന തന്നെ ശരിയാണ്. പൊടികളൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ കൂട്ടൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ അമ്മിച്ചി. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കായപ്പൊടി, ഉപ്പ്. ഈ സവാളയോടൊപ്പം മാങ്ങയും പാടിട്ട് അലിഞ്ഞു. എടുത്തു വെച്ച തേങ്ങാപ്പാൽ അതും രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുവാണേ. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആക്കാൻ നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. പക്ഷെ എന്ത് ടേസ്റ്റാണെന്നറിയോ? താളിച്ചൊഴിക്കാനുള്ള കാര്യങ്ങൾ സെറ്റാക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി ഉലുവ ഇടുക. ഉലുവ മൂത്തതിന് ശേഷം കടുക് ഇടുക. കടുക് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി വറ്റൽമുളകും കൂടി ഇടുക. വലിയ ആഡംബരമൊന്നുമില്ല. ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല കുറുകി കറി നല്ല സെറ്റാവും. അങ്ങനെ ഒന്നാം പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. കറിയുടെ ആ ഒരു പരുവം, കൺസിസ്റ്റൻസി ഒക്കെ മാറിയത് കണ്ടോ? അടുത്ത് നിന്നിട്ട് എനിക്കിത് കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു. ഇച്ചിരി ബീഫോ മീൻ വറുത്തതോ ഒക്കെ കൂട്ടി ഇതൊരു പിടി പിടിച്ചാലുണ്ടല്ലോ, ഒരു രക്ഷയില്ല, സൂപ്പറായിരിക്കും. ഒട്ടും വെയിറ്റ് ചെയ്തില്ല,
ഞാൻ ചൂടോടെ തന്നെ മാങ്ങാക്കറി എൻ്റെ ചോറിലേക്ക് വിളമ്പി. ഇന്നത്തെ കോമ്പിനേഷൻ ചാള പൊരിച്ചതാ. ഓ, ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്ത് സിമ്പിൾ റെസിപ്പിയായത്. ആ ചൂട് മാങ്ങാക്കറി ചോറിൽ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഇച്ചിരി മീൻ പൊരിച്ചതും കൂടി വയ്ക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ കഴിക്കട്ടെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.